അലി ബാദുഷാ സ്വർഗത്തിലേക്കു പറന്ന വിസ്മയ പക്ഷി. 6-ാം വയസ്സുവരെ ഉമ്മയുടെയും ഉപ്പയുടെയും വിരൽത്തുമ്പിൽ തൂങ്ങി കളിച്ചിരികളുമായി ഓടി നടന്ന പ്രിയപ്പെട്ട മുത്തു. 7-ാം വയസ്സു മുതൽ വിധിയുടെ പരീക്ഷണങ്ങൾ ശാരീരിക ക്ഷമതയെ കവർന്നെടുത്തെങ്കിലും ആ മനസ്സ് അല്ലാഹുവിലേക്കും അവന്റെ അത്ഭുതങ്ങളിലേക്കും നടന്നു കയറുകയായിരുന്നു. ഇന്നലെ 17-ാം വയസ്സിൽ ഈ ദുനിയാവിനോട് വിട പറയുമ്പോൾ അവൻ ബാക്കി വച്ചത് വിസ്മയങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ്. ആത്മീയ പാരമ്പര്യത്തിന്റെ തണലിൽ മുത്തുപേട്ടയിലെ മഹാന്മാരോടുള്ള അഗാധമായ ആത്മീയ ബന്ധം ഈ കുടുംബത്തിന്റെ വലിയൊരു അടയാളമാണ്. പതിറ്റാണ്ടുകളോളം കൊടക്കാട് ജുമഅത്ത് പള്ളിയിൽ സേവനമനുഷ്ഠിച്ച ഖാദി മുഹമ്മദ് കോയ മുസ്ലിയാർക്ക് തന്റെ ജീവിതകാലത്ത് മഹാന്മാരുമായി വലിയൊരു ആത്മീയ ബന്ധമുണ്ടായിരുന്നു. ആ വലിയ പാരമ്പര്യത്തിന്റെ ചുവടുപിടിച്ചാണ് മകൻ അബ്ദുൽ അസീസ് മുസ്ലിയാരും തന്റെ മക്കൾക്ക് അലി ബാദുഷാ എന്നും ദാവൂദുൽ ഹക്കീം എന്നും പേരിട്ടത്. മുത്തുപേട്ടയിലെ ആ വലിയ ബന്ധവും സ്നേഹവും ഇന്നും ഈ കുടുംബം നെഞ്ചോട് ചേർത്തു പിടിക്കുന്നു. വീട്ടിലെ മാണിക്യക്കല്ല്. പല ഡോക്ടർമാരും നിസ്സഹായത പ്രകടിപ്പിച്ചപ്പോഴും അബ്ദുൽ അസീസ് മുസ്ലിയാരും ഉമ്മയും അവന് ചേർത്തു പിടിച്ചു. അത് അല്ലാഹു തന്ന വലിയൊരു ബറക്കത്താണെന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചു. ഉപ്പ അവനെ വിളിച്ചിരുന്നത് തന്റെ മാണിക്യക്കല്ല് എന്നായിരുന്നു. ഏത് വിഷമഘട്ടത്തിലും മുത്തുവിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ ലഭിക്കുന്ന ആശ്വാസവും അവൻ നൽകുന്ന മറുപടികളിൽ യാഥാർത്ഥ്യമാകുന്ന അത്ഭുതവും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒരുപോലെ അനുഭവവേദ്യമായിരുന്നു. അതുകൊണ്ടുതന്നെ ആ വീട്ടിലെത്തുന്നവർക്കെല്ലാം മുത്തുവിനു നൽകാൻ ഒരു സമ്മാനപ്പൊതി കരുതുന്നത് പതിവായിരുന്നു. ഇബാദത്തുകളുടെ തോയൻ, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ പരിപാലിച്ചത് വെറുമൊരു കുട്ടിയെ ആയിരുന്നില്ല, മറിച്ച് സദാസമയവും ഇബാദത്തുകളിൽ മുഴുകാൻ ആഗ്രഹിച്ച ഒരു പുണ്യജന്മത്തെയായിരുന്നു. ശാരീരിക പ്രയാസങ്ങൾ അവനെ തളർത്തിയപ്പോഴും കിടന്ന കിടപ്പിൽ അവൻ നിസ്കാരവും ദിക്റുകളും സ്വലാത്തുകളും നിർവഹിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഒരു തെറ്റുപോലും ചെയ്യാനോ കാണാനോ സാഹചര്യമില്ലാത്ത വിശുദ്ധമായ ഒരു ജീവിതമായിരുന്നു അവൻ്റേത്. അതുകൊണ്ടായിരിക്കാം ഇന്നലെ ആ വീട്ടിൽ നിന്ന് അവൻ അവസാനമായി ഇറങ്ങുന്നത് വരെ അണമുറിയാത്ത ഖുർആൻ ധ്വനികൾ അവിടെ മുഴങ്ങിക്കേട്ടത്. മാലാഖമാരുടെ അതിഥി. അവനെ കാത്തിരുന്ന മാലാഖമാർ അവിടെ എത്തിയിട്ടുണ്ടാകാം. പ്രാർത്ഥനാവേളയിൽ ഖബറിടത്തിൽ വിരുന്നെത്തിയ ആ കുളിർമയ ചാറ്റൽ അവന് അല്ലാഹു നൽകിയ സ്വീകരണത്തിന്റെ അടയാളമാകാം. അത്രമേൽ പരിശുദ്ധിയോടെയാണ് അവൻ തന്റെ നാഥനിലേക്ക് മടങ്ങിയത്. ഞാൻ മരിച്ചാൽ നിന്നെ ആര് നോക്കും എന്ന ഉമ്മയുടെ നീറ്റുന്ന ചോദ്യത്തിന് അല്ലാഹു ഉണ്ട്, ഉമ്മ മരിക്കില്ല എന്ന അവന്റെ മറുപടി ആ വിശ്വാസത്തിന്റെ കരുത്തായിരുന്നു. സ്വന്തം ഇഷ്ടങ്ങളും യാത്രകളും ഉറക്കവും മാറ്റിവെച്ച് പതിരാ നേരത്തെ അവന്റെ ഓരോ ചലനത്തിനും കാതോർത്ത് കാവലിരുന്ന ഉമ്മ. ആ മകന്റെ നിശബ്ദത പോലും വായിച്ചെടുത്ത ആ വലിയ സ്നേഹത്തിന് അല്ലാഹു നൽകിയ പ്രതിഫലം സ്വർഗമായിരിക്കും. പ്രിയപ്പെട്ട ഉമ്മ, അവൻ നിങ്ങൾക്കായി സ്വർഗവാതിൽക്കൽ കാത്തിരിക്കും. ശരീരം തളർത്തിയ വേദനകളില്ലാത്ത ഓടി നടക്കാവുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ ഇപ്പോൾ സന്തോഷവാനായിരിക്കും. അല്ലാഹു അവന്റെ ദറജകൾ ഉയർത്തി നൽകട്ടെ. മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഈ വേർപാടിൽ ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചില മരണങ്ങൾ നമ്മെ വല്ലാതെ നിശബ്ദരാക്കും. ഇന്ന് കൊടക്കാട് അസീസ് മുസ്ലിയാരുടെ ആ പൊന്നുമോനെ ഒരു നോക്ക് കാണാൻ അരികിലെത്തിയപ്പോൾ വല്ലാത്തൊരു വേദനയായിരുന്നു ഉള്ളിൽ. എന്നാൽ ആ മുഖത്തെ പുടവ മാറ്റിയപ്പോൾ കണ്ട കാഴ്ച ഉള്ളിലെ സങ്കടത്തിനുമേൽ ഒരു വലിയ സമാധാനത്തിന്റെ തിളക്കം നൽകി. മുമ്പും പലതവണ ബാദുഷയെ കണ്ടിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊന്നുമില്ലാത്ത ഒരു അസാധാരണമായ തിളക്കം ആ മുഖത്ത് ഇന്ന് തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മരണത്തിന്റെ തണുപ്പിലും ഏതോ സ്വർഗീയമായ പുഞ്ചിരി ആ മുഖത്ത് പടർന്നു നിൽക്കുന്നത് പോലെ തോന്നി. ഭൂമിയിലെ യാത്ര അവസാനിപ്പിച്ചു മടങ്ങുമ്പോൾ ആ മുഖത്തെ ആ പ്രകാശം ബാദുഷമോൻ ചെന്നെത്തുന്ന ഇടം എത്രമേൽ സുന്ദരമായിരിക്കും എന്നതിന്റെ സാക്ഷ്യപ്പെടുത്തലാകാം. അല്ലാഹു ബാദുഷമോന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ.
അവന്റെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ.